ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗായ്സ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ട്രാവൽ വീഡിയോ ആണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഗായ്സ് ഇന്ന് ഗെയിമിങ് കാര്യങ്ങളൊന്നുമല്ല. ഇന്ന് ഗായ്സ് നമ്മൾ ആദ്യത്തെ വ്ളോഗാണ് ഒരു സന്തോഷക്കാരി. പിന്നെ അതേപോലെ വേറൊരു സന്തോഷ ന്യൂസ് കാര്യമുണ്ട്. എന്താ പറഞ്ഞാൽ ഗായ്സ് നമ്മളൊന്ന് ഒമാനിക്കുവാണ്. ഒമാൻ പറഞ്ഞത് ഗൾഫ് രാജ്യമാണ്, എന്താ അറബി രാജ്യമാണ്. അപ്പോൾ ഗായ്സ് ഇന്ന് അതിനെ പോണതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. കരിപ്പൂർ എയർപോർട്ടിൽ നിന്നാണ് ഗായ്സ് നമ്മൾ മസ്കറ്റിക്ക് പറഞ്ഞ എയർപോർട്ടിൽ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ വീഡിയോനും ഫ്ലൈറ്റിൻ്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചു തരാം. എന്നാലും ഗായ്സ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ഗായ്സ് നമ്മൾ അങ്ങനെ എയർപോർട്ടിൽ എത്തിക്കണം, കരിപ്പൂർ എയർപോർട്ടിൽ എത്തിക്കണം. 1.5 മണിക്കൂറിൻ്റെ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇവിടെ കുറേ തെർമൽ ചെക്കിങ്ങും അങ്ങനത്തെ കുറേ ചെക്കിങ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഗായ്സ് നമുക്ക് കാണാം. അപ്പോൾ ഗായ്സ് നമ്മളെല്ലാ തെർമൽ ചെക്കിങ്ങും എല്ലാം കഴിഞ്ഞാണ്ട് ഇപ്പോൾ നമ്മൾ ഉള്ളിൽ കയറിക്കണം. ഇനിയിപ്പോൾ ചെക്കിംഗ് ആണ്, എന്താണ് ബാഗും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തുകൊണ്ടുള്ള ചെക്കിംഗ് ആണ് ഗായ്സ്. ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഗായ്സ് എയർപോർട്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം തിരക്കുണ്ട്. കാരണം കുറേ വിമാനം പൊങ്ങാൻ നിൽക്കണുണ്ട്, ലാൻഡ് ചെയ്യാൻ നിൽക്കണുണ്ട്. അപ്പോൾ നമ്മളെ ഗേറ്റ് അവിടെ ആയിട്ടാണ് തോന്നുന്നു. നമുക്ക് പോവാം, നമുക്ക് ചെക്കിങ് കഴിഞ്ഞിട്ട് പിന്നെ കാണാം ഗായ്സ് നമ്മളടുത്ത് ഇത്രയും ബാഗാണ്. ഒരു ചോപ്പ്, പിന്നെ ഒരു നീല, അത് പിന്നെ ഹാൻഡ് ബാഗാണ്. പിന്നെ അവിടെ 2 ബാഗ്, പിന്നെ അതിൻ്റെ അടിയിൽ ഇതാ ഒരു കറുപ്പ് ബാഗ്, പിന്നെ ഇതാണ് നമ്മളെ ബാഗുകൾ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിതാ അങ്ങനെ നമ്മളെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ്ട് നമ്മളിപ്പോൾ അതാ വെയിറ്റ് ചെയ്യാണ്. നമ്മൾ ഇമിഗ്രേഷനിക്ക് ഇനി പോകാൻ നിൽക്കുകയാണ്. അവിടെ പിന്നെ ക്യാമറ അലോഡല്ല. അപ്പോൾ ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് കാണാം ഗൈസ്. എന്നാൽ ഗൈസ് ഞാൻ ഇമിഗ്രേഷനിക്ക് പോകുന്നതിന് മുമ്പ് ഗൈസ് നമുക്കൊരു സാധനം കാണിച്ചിട്ട് നോക്കി ഗൈസ്. അവിടെ ഗൈസ് നമ്മളെ വിമാനം നിൽക്കുന്നുണ്ട്. നമുക്ക് ഇമിഗ്രേഷനിക്കാണ് ഈ ഗായ്സ് നമുക്ക് പോകാനുള്ളത്. അപ്പോൾ നമുക്ക് പോയിട്ട് കാണാം. അങ്ങനെ ഗായ്സ് നമ്മളെ ഇമിഗ്രേഷനും കഴിഞ്ഞു, പിന്നെ അതേപോലെ സെക്യൂരിറ്റി ചെക്കും കഴിഞ്ഞു. ഇനിയിപ്പോൾ അതാ ഗായ്സ് നമ്മളിപ്പോൾ ഫ്രീ ആയി. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ അതാ ഗേറ്റിൻ്റെ അവിടെ ഇരിക്കുക. എന്താ ഡ്യൂട്ടി ഫ്രീ ഒക്കെ അവിടെ ഉണ്ട്. ഇവിടെ കുറേ DC ബുക്ക്, ക്രാഫ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞ് കണ്ടൊക്കെ ഉണ്ട്. ഇനി ഗായ്സ് നമ്മൾ വിമാനം വരുന്നവരെ നമുക്ക് കാത്തിരിക്കണം. കാരണം നമ്മളെ വിമാനത്തിൻ്റെ ടൈം പറയണത് 11:30 ഇതാ ഇവിടെ ഗായ്സ് ലാക്കിൻ്റെ സെറ്റപ്പാണ്. ഇതാ അവിടെ വെച്ചാൽ ഇപ്പോഴും തിരക്കാണ്, കഴിഞ്ഞിട്ടില്ല. കാരണം അത്രയും വമ്പൻ തിരക്കാണ് അവിടെ. അതിനൊക്കെ രക്ഷപ്പെട്ട് വന്നു എന്ന് വേണമെങ്കിൽ പറയാം ഗൈസ്. അപ്പോൾ ഇതാ അവിടെ കുറേ ഇരിക്കുന്ന സെറ്റപ്പൊക്കെ ഉണ്ട്. നമ്മളങ്ങോട്ടൊന്നുമില്ല, നമ്മളിപ്പോൾ ഇതാ ബോർഡിങ് ഏരിയയിലെത്തി. നമ്മളിപ്പോൾ വിമാനത്തിൻ്റെ ടൈം എന്ന് പറയുന്നത് ഗൈസ് ഇതാ നിങ്ങൾക്ക് കണ്ടോറില്ല, ഇതിലല്ല ഇപ്പോൾ വരും ഗൈസ്. നമ്മളെ വിമാനത്തിൻ്റെ ടൈം എന്ന് പറയുന്നത് ഇതാ 11:30 വിമാനം IX337 മസ്കറ്റിക്ക്. അതാണ് ഗൈസ് നമ്മളെ സമയം. ഇപ്പോൾ അതാ സെക്യൂരിറ്റിയാണ്, സെക്യൂരിറ്റി ചെക്കിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഇതാ നമ്മളിപ്പോൾ ഇതാ വെയിറ്റിംഗ് ഏരിയയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ വിമാനം വരുന്നവരെയും കാത്തിരിക്കണം. ഗേറ്റ് ഇതാ ഗൈസ് നിങ്ങൾക്ക് കണ്ടറിയില്ല, ഇതാ ഗേറ്റ് ഇപ്പോൾ അവിടെ ഉണ്ട്. ഗേറ്റ് വിമാനം പൊങ്ങണമൊക്കെ നമുക്ക് കാണാം ഇവിടെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒക്കെ നമുക്ക് വിമാനം വരുന്നതിനും കാത്തിരിക്കാം ഗൈസ്. പിന്നെ ഗൈസ് ഇവിടെ നമ്മൾ ഗേറ്റ് 2ലാണ് വെയിറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ വിമാനം തേടിയില്ല. പിന്നെ അതിന് മുമ്പ് ഗൈസ് നമുക്കൊരു സാധനം കാണിച്ചാൽ, ഇത് ഇപ്പോൾ അടുത്ത് തുടങ്ങിയതാണ്. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞത് ബാഡ് ലോഞ്ച്. പക്ഷേ ഇതിലേക്ക് കയറണമെങ്കിൽ വിസ കാർഡ് വേണം. നമ്മുടെ അടുത്ത സംഭവമല്ല. ഇവിടെ ഏത് കാർഡ് വേണമെങ്കിലും അക്സെപ്റ്റ് എന്ന് പറയുന്നതാണ്. വിസ കാർഡാണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് വേണമെങ്കിൽ തിന്നാം ഗൈസ്. അപ്പോൾ നമ്മളടുത്ത് ഇല്ല, അതുകൊണ്ട് നമുക്ക് എന്നാൽ ഗേറ്റിൻ്റെ അടുത്ത് തന്നെ പോയിരിക്കാം, അല്ലാണ്ട് വേറെ നിവൃത്തിയില്ല. എന്താ ഗായ്സ് ഇത്രയും കാർഡ് ഗായ്സ് ഇവിടെ അക്സെപ്റ്റാണ്. ഇതുള്ളവർക്ക് നമുക്ക് ഫ്രീ ആയിട്ട് ഫുഡ് അയച്ചാൽ 2 രൂപേൻ്റെ ചിലവേ ഉണ്ടാവുള്ളൂ ഗായ്സ്. നമുക്ക് ഗേറ്റിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗായ്സ് നമ്മളിത് അങ്ങനെ വിമാനത്തിൽ കയറാൻ പോവാണ്. അവിടെ അതൊരു എയർ എക്സ്പ്രസ് ജിദ്ദക്കുള്ള ടാക്സിങ് ഞാൻ നിൽക്കണം. നമ്മളിപ്പോൾ തന്നെ നമ്മളെ ഗേറ്റിൻ്റെ അടുത്ത് പോവാണ്. ഗേറ്റ് നമ്മൾ തുറന്നിക്കണം, നമ്മളെ വിമാനത്തിൻ്റെ അടുത്ത് പോവാണ്. ഇതാ നമുക്ക് റൺവേ ഒക്കെ ക്ലിയറായി കാണാം. അതാ ഗൈസ് നമുക്ക് അവിടെ ഒരു വിമാനമുണ്ട്, എയർ എക്സ്പ്രസ്സാണ്, ജിദ്ദക്കുള്ള വിമാനമാണ്. നമ്മളെ വിമാനത്തിൽ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇതാ അവിടെ ഒരു ഇന്ത്യക്കോ നിൽക്കുന്നുണ്ട്, അതിൻ്റെ അപ്പുറത്ത് നിൽക്കണതാണ് നമ്മളെ എയർ എക്സ്പ്രസ്സിൻ്റെ വിമാനം. അപ്പോൾ ഗൈസ് നമ്മൾ അതിൻ്റെ അടുത്തൊക്കെ പോവാണ്. ആകെ കഴിഞ്ഞിരിക്കണം. കാരണം ഒരു ലൈനാണ്, ഒരു പട ലൈനാണ് അവിടെ ഇപ്പോൾ അതാ റൺവേ ഒക്കെ കാണാം. അതാണ് ഇന്ത്യക്കോൻ്റെ വിമാനം. നിങ്ങൾക്ക് കണ്ടറിയില്ല, അതിൻ്റെ അപ്പുറത്ത് നിൽക്കണതാണ് നമ്മളെ എയർ എക്സ്പ്രസ്. അപ്പോൾ ഇതാ അതാണ് നമ്മളെ വിമാനം. നിങ്ങൾക്ക് കണ്ടു അറിയില്ല, ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ കാഴ്ച ഞാൻ സൂം ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അത് നമ്മളെ വിമാനം എയർ എക്സ്പ്രസ്.
എന്തുകൊണ്ട് ദാനം കണ്ടെന്തോ ലിവറിയാണ് അതിൽ. അപ്പം അങ്ങനെ കാഴ്ച നമ്മളിതാ ഇവിടെ എത്തിക്കൊണ്ട് എയറോ ബ്രിഡ്ജ് 12 ഇറങ്ങാണ്ടിട്ട് നമ്മളിപ്പോൾ അതവിടെ എന്തോ ചെക്കിങ് ഉണ്ട്. എന്താണ് ബോർഡിംഗ് പാസ് എത്തുങ്ങാണ്ട് അത് കൂടി കഴിഞ്ഞാൽ കാഴ്ച നമുക്ക് വിമാനത്തിൽ കയറാം. അപ്പോൾ കാഴ്ച നമ്മളെ റൺവേണ കാണുന്നത് ആ തല വരുന്നുണ്ട് കാഴ്ച. നമ്മൾ അത് പറ്റും പോയിട്ടൊക്കെ ടേക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ കാഴ്ച നമ്മൾ ആ ഒരു ചെക്കിങ്ങും കഴിഞ്ഞപ്പോൾ നമ്മൾ എയറോ ബ്രിഡ്ജിക്ക് കടക്കുകയാണ് നമ്മളെ വിമാനത്തേക്ക്. അപ്പോൾ കാഴ്ച ഇതാ നമ്മൾ വിമാനത്തേക്ക് കയറാൻ പോവാണ്. ഇവിടെ ഇതാ ഇൻഡിഗോ നിൽക്കണം. ഇൻഡിഗോയുടെ പൈലറ്റിനെ കഴിച്ചുങ്ങൾക്ക് കയറാൻ വിചാരിച്ചത്. അപ്പോൾ അതാ വിമാനത്തേക്ക് കയറാൻ പോണ്. അവിടെ വേറെ എയറോ ബ്രിഡ്ജ് ഉണ്ട്, പക്ഷെ അവിടെ വിമാനമില്ല. നമ്മളിപ്പോൾ അതാ കയറാൻ പോണ്. അയ്യോ ഓ കഴിച്ച് നമ്മളെ വിമാനത്തിൻ്റെ ചിറകാണ് തിരക്കാണ്. എന്താ കഴിച്ച് നമ്മളെ പൈലറ്റിനാണെങ്കിൽ കാണാൻ വേണമെങ്കിൽ ആ ഒരു ഫോട്ടോ എടുക്കാൻ പൈലറ്റിന്. ഇതാ നമ്മളിതാ വിമാനത്തേക്ക് കയറിയിട്ടുണ്ടോ കഴിച്ചിട്ട് നമ്മളെ സീറ്റ് തപ്പി പോകണം. ഇവിടെ ഇതാ കുറേ സീറ്റ് ഉണ്ട്. നമ്മളെ എന്താ 27 സീറ്റ്. ഇതാ അതൊക്കെ 3, 4, 5 അങ്ങനെ പോവാണ്. റിയർ സൈഡിലുണ്ട് സീറ്റ്. അത് കഴിച്ച് നമുക്ക് നമ്മളെ സീറ്റ് തപ്പി പോവാം. 27 നമ്മളങ്ങനെ വിമാനത്തിൽ കയറിക്കണം. വിമാനത്തിൽ കയറിയപ്പോൾ എയർ ഹോസ്റ്റസ് പറഞ്ഞ ക്യാമറ ലോഡല്ലാണ്. അപ്പോൾ നമ്മൾ സീറ്റിൽ ഇരുന്നിട്ടാണെങ്കിൽ ബാക്കി വീഡിയോ എടുക്കണേ. നമ്മളെ വിമാനത്തിൻ്റെ ലുക്ക് പറഞ്ഞാൽ ഏകദേശം അങ്ങനെയാണ്. എനിക്ക് വിൻഡോ സീറ്റ് തന്നെ കിട്ടിയാൽ ഏറ്റവും സന്തോഷം. എന്താ ഗൈസ് അവിടെ നമ്മളെ സ്പേസ് ജെറ്റ് ഉണ്ട്. ഇത് നമ്മളെ എയർ ഇന്ത്യ ആൻഡ് ഇൻഡിഗോ എപ്പോഴും മൂവ് ആയിട്ടില്ല, നമ്മൾ മൂവ് ആയിട്ടില്ല. അപ്പോൾ ആ ഒരു സ്പേസ് ജെറ്റിൻ്റെ അപ്പുറത്ത് ഞാൻ സൂം ചെയ്താൽ തരാം. ഇതായി വേറൊരു സ്പേസ് ജെറ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മളെ റൺവേ ആകെ തിളങ്ങിയിരിക്കുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് ടേക്ക് ഓഫ് ആണ് വീഡിയോ വീഡിയോൻ്റെ അവിടെ നിന്ന് തുടങ്ങാം. പിന്നെ അതേപോലെ ഗൈസ് ഇതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. നമുക്ക് എന്തെങ്കിലും വൊമിറ്റാണ് ഛർദ്ദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കവർ ഉപയോഗപ്പെടും. പിന്നെ അതേപോലെ ഗൈസ് ഇവിടെ ഇതെന്താ ബുക്കുണ്ട്. ഇതെന്താ നമ്മളെ ഇതിനെ കുറിച്ചും കണ്ടോന്നു. ഇതിലെന്താ കുറേ വായിച്ചതും കാര്യങ്ങളും ഉണ്ടോന്നു. പിന്നെ അതേപോലെ നമ്മളെ സേഫ്റ്റി കാര്യങ്ങളില്ല, സേഫ്റ്റി ഓൺ ബോർഡ് ഇറങ്ങാണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ. നമുക്ക് ടേക്ക് ഓഫിൻ്റെ അവിടെ നിന്ന് ഇറങ്ങാം ഗൈസ്. പിന്നെ ഗൈസ് ഈ ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഗൈസ് നമ്മൾ ഈ ഒരു വിമാനം എന്ന് പറയുന്നത് ബോയിങ് 737 ഇറങ്ങേണ്ടുള്ള എയർക്രാഫ്റ്റാണ്. ആര് നിൽക്കണ വിമാനം എന്ന് പറയുന്നത് എയർബസിൻ്റെ A320 ഇറങ്ങാണ്ടാണ്. പിന്നെ അപ്പുറത്തുള്ള സ്പേസ് ജെറ്റ് ഇല്ല ഗൈസ്. സ്പേസ് ജെറ്റ് മൊത്തം എന്താണ് നമ്മൾ അതേപോലെ തന്നെ ബോയിങ് 737 ആണ്. എന്തായാലും നമുക്ക് ടേക്ക് ഓഫ് ചെയ്യണേ അപ്പോൾ കാണാം. നമ്മളെ വിമാനം ഇപ്പോൾ അനങ്ങിയിട്ടില്ല, കാരണം എല്ലാവരും ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കണമല്ലോ. നമ്മളെ എയർപോർട്ട് അതവിടെ. അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ളാണ്. നമുക്ക് ലെഗ് സ്പേസ് നല്ല ഉണ്ട് കേട്ടോ ഗൈസ്, നമുക്ക് കൂടുതലുണ്ട് ഗൈസ്. പിന്നെ അതേപോലെ നമ്മൾ വിമാനം സ്റ്റാർട്ട് ചെയ്യണതിൻ്റെ മുമ്പ് ഇപ്പോൾ ഒരായിരുന്നു എക്സ്പ്രസ് ലാൻഡ് ചെയ്തിട്ടുള്ളൂ. എവിടെ നിന്നാണെന്നറിയില്ല. അതിപ്പോൾ അതാ വരുന്നു. അതിപ്പോൾ നമ്മളെ നേരത്തെ കണ്ടില്ല ആ സ്ഥലത്ത് പോയി നിൽക്കുന്നു. ആ വരുന്നു ഗൈസ് നമ്മളെ എയർൻ എക്സ്പ്രസിൻ്റെ. ഇപ്പോൾ ലാൻഡ് ചെയ്തിട്ടുള്ളൂ. എൻ്റെ ലേറ്റ് കാരണം കാണായിട്ടില്ല ചിലപ്പോൾ ഗൈസ്. ഇതങ്ങനെ അനങ്ങിനടുത്തേക്കൊണ്ട് നമ്മളിപ്പോൾ അതാ പുഷ്പേക്ക് ഇതുകൊണ്ട് നമ്മളിപ്പോൾ തങ്ങനെ ഇറക്കിക്കണം. പിന്നെ എഞ്ചിനൊക്കെ ഇനി ഓണാക്കാണ്ട് ഇതാ നമ്മൾ പുഷ്പേക്ക് ഇതുകൊണ്ട് ഇതാ ക്ലിയറായി കണ്ടറിയില്ല. ഇതാ നമ്മളെ എഞ്ചിൻ ഓണാക്കുന്നുണ്ട്. ഒരു സൗണ്ടൊക്കെ എഞ്ചിൻ ഓണാക്കുന്ന സൗണ്ടാണ്. ഇനി ഗൈസ് എഞ്ചിൻ ഓണാക്കി കണ്ട് നമുക്ക് മൂവ് ചെയ്യുമ്പോൾ പറയാം. ഗൈസ് ഇത് നമ്മളെ വിമാനം അനങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇതാ ഇൻഡിഗോ നമ്മളെ ടേക്ക് ഓഫ് ചെയ്യാൻ പോകുന്നുണ്ട്. അത് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴേക്കും ഗൈസ് നമ്മളപ്പോൾ ഇങ്ങനെ ടേക്ക് ഓഫ് ചെയ്യും. നമ്മളിപ്പോൾ വിമാനം അനങ്ങിക്കൊണ്ടിരിക്കുന്ന ടാക്സിങ് ആണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇൻഡിഗോ അതാ അങ്ങനെ പോകുന്നു. അപ്പോൾ അതാ ഗൈസ് നമ്മളെ റൺവേ നല്ല ലൈറ്റും കാര്യങ്ങളാണ്. ഇതാ ഓരോ നമ്പർ എടുത്തുകൊണ്ട് അവിടെ ഞങ്ങൾക്ക് കാണണ്ടറിയില്ല. അവിടെ എന്താണ് 2810 ഇറങ്ങാണ്ട് ഒരു റൂട്ടാണ്. ഇൻഡിഗോ ഇപ്പോൾ ഇതാ പൊങ്ങാൻ പോകണം. എനിക്ക് തോന്നുന്നു നമ്മളിവിടെ ഇതാ വെയിറ്റ് നിർത്തും. എന്നിട്ട് അത് പൊങ്ങി കഴിഞ്ഞിട്ടുള്ളൂ ഗൈസ്. നമ്മളിത് പൊങ്ങുന്നു. അതിനിപ്പോൾ എന്താണ് പറയുക, അതാ ഒരു തലക്കെ പോയിക്കൊണ്ട് പൊങ്ങിയിട്ടുള്ളൂ. നമ്മളിങ്ങ് പോവുക. അപ്പോൾ ഗൈസ് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മളെ ഇൻഡിഗോ പൊങ്ങാൻ നിൽക്കുകയാണ്. ഇതിൻ്റെ ലൈറ്റ് നല്ല അടിച്ചിട്ടുണ്ടാവും. കുറക്കാൻ നോക്കാൻ പരമാവധി. അതാ ഗൈസ് നമ്മളാ ഇൻഡിഗോ അതാ പൊങ്ങാൻ വരുന്നു. പോണു. പക്ഷേ ക്ലിയർ ഉണ്ടാവില്ല, നല്ല അഡ്ജസ്റ്റ് ചെയ്യാണ് ഗൈസ്. പോണു. ഇങ്ങനെയാണ് നമ്മളിങ്ങ് പോവുക ഗൈസ്.
ആ പൊങ്ങണ് ഗൈസ്. ഞാൻ അടുത്ത നമ്മളാണ് ഗൈസ്. നമ്മളിപ്പോൾ അതാ ടാക്സിങ് പിന്നെയും തുടങ്ങിയിരിക്കണു. ഇനിയിപ്പോൾ നമ്മൾ റൺവേൻ്റെ അടുത്തേക്ക് പോവാണ്. നമ്മളിങ്ങനെ മെല്ലെ മെല്ലെ പോയി കണ്ട് ഇൻഡിഗോ പോയ പോലെ നമ്മൾ മെല്ലെ മെല്ലെ പോവാണ്. നല്ല കുലുക്കുണ്ടാവും, അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിപ്പോൾ അതാ നമ്മളിങ്ങിപ്പോൾ അതാ റൺവേക്ക് കയറി. നമ്മളിപ്പോൾ അതാ നമ്മൾ കാലിക്കറ്റ് എയർപോർട്ട് അതൊക്കെ കാണും. ഒക്കെ നല്ല ലൈറ്റ് അടിച്ചിട്ടുണ്ട്, അപ്പോൾ ക്ലിയർ വല്ലാണ്ട് ഉണ്ടാവില്ല. ഇതാ ഗൈസ് ഞാൻ പരമാവധി കുറച്ചുകൂണു. നമ്മളെ കാലിക്കറ്റ് എയർപോർട്ട് അവിടെ ഗ്യാരണ്ടി ഉണ്ട്. അവിടെ നമ്മൾ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ കാണാം. ടാക്സി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ എയർപോർട്ടാണ് കാണുന്നത്. അവിടെ പിന്നെ മറ്റേ എന്താണ് പറയുക, ഈ വിമാനത്തിന് ചെറിയ എമർജൻസി ലാൻഡിങ് ചെയ്യുമ്പോൾ സഹായിച്ചവരാണ് എന്താ ഫയർ ഫൈറ്റേഴ്സ് എന്ന് പറയും. അവരൊക്കെ അവിടെയാണ്. നമുക്ക് പോകുമ്പോൾ കാണാം. നമ്മളെ വിമാനം ഇപ്പോൾ അതാ റൺവേൻ്റെ ലാസ്റ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊന്ന് റൗണ്ട് ഇട്ടിങ്ങാണ്ട് ടേക്ക് ഓഫ് ചെയ്യും. ഗൈസ് ഇതാ നമ്മളിവിടെ എത്തിക്കണം. ഞാൻ ഇവിടെ നിന്ന് തിരിയലാണ്. അവിടെ തിരിയാൻ നമുക്ക് കുറച്ച് തലക്ക പോയിങ്ങാണ്ടാ തിരിയേണ്ടത്. നമ്മളെ എയർപോർട്ട് ഇപ്പോൾ നല്ല വേഗം കാണൂല. ഇവിടെ ഇപ്പോൾ നമ്മളെ കേരള മഹാരാജ്യം എന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ നമ്മളിപ്പോൾ വിമാനം എന്താ തിരിയാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരിഞ്ഞിങ്ങാണ്ടാണ് ടേക്ക് ഓഫ് ചെയ്യാം. അവിടെ കുറേ സിഗ്നലും കാര്യങ്ങളുണ്ട്. കുറച്ച് മുന്നിലേക്ക് പോകണം. അപ്പോൾ ഗൈസ് നമ്മളെ വിമാനം തന്നെ തിരിഞ്ഞിങ്ങാണ്ടിരിക്കണം. തിരിഞ്ഞിട്ട് വേണം പിന്നെ ടേക്ക് ഓഫാണ്. അതാണ് രസം. അപ്പോഴല്ലേ നമ്മളൊക്കെ പാടി മുന്നിക്ക് തന്നെ. നമ്മളിപ്പോൾ അതാ നമ്മളെ വിമാനം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. റൺവേൻ്റെ ലാസ്റ്റ് ആണെങ്കിൽ ഇത് കാണുന്നത് റൺവേ 28 ആണ്. 28 എന്നാ കാഴ്ച നമ്മൾ ടേക്ക് ഓഫ് ചെയ്യണേ. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് തിരിയാണ്. അതാ നമ്മളെ എയർപോർട്ടൊക്കെ നിൽക്കണു. ഈ തിരിഞ്ഞിങ്ങാണ്ട് നമ്മൾ ഫുൾ ത്രോട്ട് നമ്മളെ ക്യാപ്റ്റൻ കൊടുത്തുങ്ങാണ്ട് ടേക്ക് ഓഫ് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ ഗൈസ് ദാ നമ്മളെ വിമാനത്തെ പൊങ്ങാൻ നിൽക്കുകയാണ്. ഫുൾ ത്രോട്ട് കൊടുത്തു. ഇനിയാണ് ഗൈസ് പൊങ്ങാൻ പോകുന്നത്. ഫുൾ ത്രോട്ടിലാണ് ഇപ്പോൾ പോണത്. ഇനിയാണ് ഗൈസ് സ്പീഡ് കാണുന്നത്. നമ്മളെ വിമാനം പൊങ്ങിക്കണ്.
പറക്കാണ് ഗൈസ്. ഈ താഴത്തുള്ളൊന്നും കാണൂല. ഞാൻ കുറച്ച് എത്തിയങ്ങാണ്ട് കാണിച്ചു തരാം. അല്ലെങ്കിൽ ഗൈസ് നമുക്ക് മസ്കറ്റിൽ എത്തിങ്ങാണ്ട് അവിടുത്തെ ഒമാനിൽ എത്തിങ്ങാണ്ട് അവിടുത്തെ കാണിച്ചു തരാം. എനിക്ക് താഴത്തൊന്നും കാണില്ല, കാരണം സമുദ്രമാണ് അവിടെ മൊത്തം. ഗൈസ് നമുക്ക് മസ്കറ്റ് എത്തിങ്ങാണ്ട് കാണാം ഗൈസ്. പിന്നെ അതേപോലെ ഞാൻ വെള്ളം നമുക്ക് ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ ലേസി അടുത്താണ് ഗൈസ്. അതാ ചെക്കുറുക്കുറ പാക്കറ്റ് മൊത്തം ഏറായിക്കണം. നമ്മളിപ്പോൾ അതാ അത് നല്ല 30,000 അടി മുകളിലായിട്ട് അറിയില്ല. ലേസും പാക്കറ്റ് മൊത്തം അതാ നല്ല വെക്കണം. പിന്നെ ഗൈസ് നമ്മളെ എയർ എക്സ്പ്രസിൻ്റെ ടോയ്ലറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ നിന്ന് സീറ്റുണ്ട്, അത് പീച്ചാൻ വെള്ളം വരും. പിന്നെ ഇതാണ് എയർ എക്സ്പ്രസിൻ്റെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ. പ്രത്യേകിച്ചൊന്നുമില്ല, ചെറിയൊരു മുറിയാണ്. ഇവിടെ എന്തൊക്കെ ഫാൻറ്റ് നമ്മൾ ഈ ലോക്ക് ചെയ്താലുള്ള ഒരു ഡേറ്റ് വരും. അപ്പോൾ നമുക്ക് ലാൻഡ് ചെയ്യണതിൻ്റെ കാണാം. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഒമാൻ എത്തിക്കണം. ഇതിപ്പോൾ ഈ ലാൻഡ് ചെയ്യാൻ നിൽക്കുകയാണ്. ഇതാണ് ഗൈസ് നമ്മൾ ഒമാനിലെ റോഡും കാര്യങ്ങളും ലൈറ്റൊക്കെ. നമ്മൾ കേരളയിൽ നിന്ന് പോന്നപ്പോൾ ലൈറ്റ് കുറച്ച് ഉണ്ടായിരുന്നുണ്ട്, പക്ഷേ ഇവിടെ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. നമ്മളിപ്പോൾ ലാൻഡ് ചെയ്യാൻ നോക്കി, ലാൻഡ് ശ്രമിക്കാൻ വെച്ചിട്ടില്ലത് കൊണ്ടും അപ്പോൾ ഒരു ഗോ റൗണ്ട് എടുത്താണ്. ഗോ റൗണ്ട് പറഞ്ഞാൽ എന്താണ്, ആദ്യത്തെ ലാൻഡിങ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഒന്നുകൂടി റൗണ്ട് വരും, എന്നിട്ട് ലാൻഡ് ചെയ്യാൻ നോക്കും. അതിനാണ് ഗൈസ് ഗോ റൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതാ ലാൻഡ് സാധിച്ചിട്ടില്ല, അതുകൊണ്ട് ഗോ റൗണ്ടിയാണ്. നമ്മൾ ഒമാൻ വലിയ സിറ്റിയാണ്. നല്ല വെളിച്ചമാണ്. നമ്മുടെ വിമാനം എന്താ ലാൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ ഇങ്ങനെ വരുന്നു. അപ്പോൾ ലാൻഡ് ചെയ്യേണ്ടതൊക്കെ നോക്കണം. വലിയ സിറ്റിയാണ് നമ്മൾ ഒമാനി പറയുന്നത് ഗൈസ്. അതേപോലെ വേറെ രസം എന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഫുള്ളുണ്ടാകാൻ തോന്നില്ല, കാരണം ഫോണിൽ ചാർജില്ല ഗൈസ്. അപ്പോൾ വിമാനം ലാൻഡ് ചെയ്യാൻ നിൽക്കണം. വിമാനം മെല്ലെ മെല്ലെ ലാൻഡ് ചെയ്യാൻ നോക്കുന്നുണ്ട് ഗൈസ്. നമ്മളിവിടുന്ന് വണ്ടികൾ നോക്കുമ്പോൾ ഒരു ഉറുമ്പിന് നോക്കുന്ന പോലെയാണ് ഗൈസ്. അത്രയും ചെറുതായിട്ടാണ് നമുക്ക് തോന്നുക. മസ്കറ്റ് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കണം ഗൈസ്. മസ്കറ്റ് എയർപോർട്ടായിട്ട് വിമാനം അടുത്തുകൊണ്ടിരിക്കുകയാണ്.
ഗൈസ് ഇത് അങ്ങനെ അടുത്ത് മാണ്ടിരിക്കണ്. ഇപ്പോൾ ഗൈസ് നമുക്ക് വണ്ടികൾ ഏകദേശം ദൂരത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ലാൻഡ് ചെയ്ത് കണ്ടിരിക്കുന്നു. ഇതാണ് എയർപോർട്ട് എന്ന് എയർപോർട്ട് എത്തിയോ. ഇതാണ് ഗൈസ് നമ്മൾ മസ്കറ്റ് എയർപോർട്ട്. ലാൻഡിങ് ആണ്. കുത്തി 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 നല്ലൊരു കുത്തി പോകും. അപ്പോൾ ഗൈസ് ഇതാ നമ്മളെ വിമാനം ഇതാ കുത്താൻ പോണു. അപ്പോൾ കുത്തിയപ്പോൾ ഗൈസ് നല്ല ഒരു കുത്തലായിരുന്നു. മെയിലും മൊത്തം അങ്ങോട്ട് ഇളകി. പിന്നെ അലാക്കിൻ്റെ സൗണ്ട് ആയിരുന്നു. എന്താണ് ഇത്രത്തെ ബാഗൊക്കെ കൊടുക്കണതിൻ്റെ സൗണ്ട് ആയിരുന്നു. അതാണെങ്കിൽ പിന്നെ ഈ വിമാനത്തിൽ കയറിയാൽ പൊങ്ങിയ പിന്നെ ഉണ്ടാവില്ല ഗൈസ്. എന്താണ് ചെവിയൊക്കെ ഒന്നാമതാട്ടങ്ങിട്ടൊക്കെ നമുക്കൊരു അസ്വസ്ഥതയൊക്കെ. അപ്പം അങ്ങനെ ലാൻഡ് ചെയ്തപ്പോൾ ഗൈസ് നമ്മൾ ആ ഫോണിൻ്റെ ചാർജപ്പോൾ ഇങ്ങനെ കഴിഞ്ഞിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ. മസ്കറ്റ് എയർപോർട്ട് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. നല്ലൊരു കുത്തല കുത്തിക്കണേ. നേരൊക്കെ അത് വറച്ചു. വിമാനം ലാൻഡ് ചെയ്തു. ഇനിയിപ്പോൾ ടാക്സിങ് ആണ്. मस्कट अंतर्राष्ट्रीय हवाई अड्डे से आपका स्वागत है। इस समय बाहर का तापमान 25 डिग्री सेल्सियस है। आपकी सुरक्षा के लिए आपसे निवेदन है कि कृपया अपनी कुर्सी पर बैठे रहें और आप अपना मोबाइल फोन का उपयोग कर सकते हैं। सामान कक्ष को खोलते समय सावधानी बरतें। आपसे निवेदन है कि विमान से निकलने से पहले अपनी മസ്കറ്റ് എയർപോർട്ട് എത്തിയപ്പോൾ കുറേ അനൗൺസ് ഉണ്ട്. നമ്മൾ ഇവിടെ ഇറങ്ങാണ്ട് ഇവിടെ കൂടുതലും സോമാലിയർ ഉണ്ടാവുക. എക്സ്പ്രസ് ഉണ്ട്. പിന്നെ സലാമേറൊക്കെ എന്താ കരിപ്പൂരിന്ന് ഇങ്ങോട്ട് വരുന്ന ഫ്ലൈറ്റൊക്കെയാണ്. അപ്പോൾ നമ്മളെ വിമാനം എത്തിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഗൈസ് വന്ന റൺവേ. അതാ ഒരു പച്ച ലൈറ്റ് आगमन में किसी भी सहायता की आवश्यकता हो तो कृपया हमारी ग्राउंड स्टाफ से संपर्क करें। एरिया एक्सप्रेस के साथ यात्रा करने के लिए धन्यवाद। आपका दिन शुभ रहे। മസ്കറ്റിലെത്തി. Dear guests, we have landed at Muscat International Airport. The outside temperature is 25 degrees Celsius. For your safety, please remain seated and we will use this അനൗൺസ് ചെയ്യേണ്ട മസ്കറ്റിലെ പുറത്തെ കണ്ടീഷൻ എന്താണ് 35 ടെമ്പറേച്ചർ എണിച്ചിട്ടാണ് ഗൈസ്. അതൊരു വിമാനം പൊങ്ങുന്നു കണ്ടാൽ മനസ്സിലാവും. ആ പൊങ്ങുന്നു ഗൈസ് ഒമാനെ. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ മസ്കറ്റ് എയർപോർട്ട് എത്തിക്കണു ഗായ്സ്. പിന്നെ അതിൻ്റെ മുമ്പ് ഞാനൊരു ഫോട്ടോ കാണിച്ചാറേ. നമ്മൾ പറഞ്ഞിരുന്നു വിമാനത്തിൽ കയറുന്നതിൻ്റെ മുമ്പ് നമ്മളെന്തായാലും ഒരു പൈലറ്റിൻ്റെ ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ ഗായ്സ് ഞാൻ പൈലറ്റിൻ്റെ ഫോട്ടോ ഇപ്പോൾ കാണിച്ചു തരാം. അത് നോക്കൂ. നമ്മൾ ലാൻഡ് ചെയ്യുന്ന വീഡിയോ എടുത്തിട്ട് പകുതി ഇങ്ങനെ എന്ത് ചെയ്തിക്കണു എന്താണ് ചാർജ് വയ്ക്കണു. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിങ്ങാണ്ടുള്ളൊക്കെ വീഡിയോസാണ് ഗായ്സ്. ഞങ്ങളിപ്പോൾ അതാ വിമാനത്തിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ ബാഗ് കളക്ട് ചെയ്യാൻ പോവാണ്. ലഗേജ് കളക്ട് ചെയ്യാൻ പോവാണ് ഞങ്ങൾ. മസ്കറ്റ് എയർപോർട്ട് എന്ന് പറയുന്നത് അല്ലാക്കിൻ്റെ സുഖമാണ്. കാരണം നടക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ഒരു തന്നിക്കുള്ളൂ. നമ്മളോട് എന്തൊക്കെ ഒന്ന് പറയണ്ട് ഗൈസ്. ഇവിടെ കുറേ ഗേറ്റും കാര്യങ്ങളാണ്. നമ്മളിങ്ങനെ നേരെ പോയത് കാരണം നമുക്കങ്ങനെ ബാഗേജും ഒക്കെ കിട്ടാണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നേരെ പുറത്തേക്ക് ഇറങ്ങലാണ്. ഞാൻ ഇതാച്ചാൽ കുറേ നടക്കാനുണ്ടേനും എന്നാൽ എളുപ്പം എത്തും. അങ്ങനെയാണ്. ഒരു ലിഫ്റ്റ് ഉണ്ടാക്കിയാൽ തന്നെ വലിയൊരു ഉപകാരം എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഇതാ കുറേ ഒമാൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിതാ അങ്ങനെ ബാഗും കാര്യങ്ങളും ഇപ്പോൾ കളക്ട് ചെയ്തിരിക്കുന്നു. ഇത് നമ്മളെല്ലാ ബാഗും കളക്ട് ചെയ്തിരിക്കുന്നു. നമ്മളിപ്പോൾ അതാ അവിടെ പുറത്ത് വിമാനം കാണാം. അപ്പോൾ ഞാൻ അവിടെ വെച്ച് വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നാൽ ബൈ.